നമുക്കിന്ന് അയലമീൻ കറി വെച്ചാലോ? ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചു, ഉലുവായിട്ടു. ഉലുവായൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇട്ട് കൊടുത്ത് പഴുത്തെടുക്കണം. കറിവേപ്പില ഇട്ടു. നമുക്ക് ഇത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി കൊടുത്തു ഇട്ട് കൊടുത്തു. ഇപ്പം മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തു. ഇതൊരു ഇത് കായമാണ് ചേർക്കുന്നത്. അയലമീൻ അല്പം കായം ചേർത്താൽ വളരെ രുചികരമാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. കായം ചേർത്ത് ഉണ്ടാക്കുന്നവർ കാണുമായിരിക്കും, എന്നാലും അയലയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ കായപ്പൊടി ചേർത്തൊന്ന് മീൻകറി ഉണ്ടാക്കി നോക്കണേ. ചിലർക്ക് അയല കൂട്ടുമ്പോഴൊക്കെ പ്രശ്നങ്ങളൊക്കെ വയറ്റിലുണ്ടാകും. ഇത് ഈ കായം ചേർക്കുന്നതോടുകൂടി അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരും. കറിയുടെ ചാറ് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി കറിവേപ്പിലയിട്ട് അല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ എടുത്ത് സ്റ്റൗ നിർത്തി വയ്ക്കാം. നമുക്ക് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോയുടെ താഴെ ഇങ്ങനെ കമൻ്റ് ഇടുകയും വേണം.